ഇന്ത്യ പാക് ഡിജിഎംഒമാരുടെ യോഗത്തിൽ ശക്തമായ നിലപാട് പാകിസ്ഥാനെ അറിയിച്ച ഇന്ത്യ. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം അവസാനിപ്പിക്കണം, പ്രകോപനം ആവർത്തിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും, വ്യവസ്ഥകൾ ലംഘിച്ചാൽ വെടിനിർത്തൽ ധാരണയിൽ നിന്ന് ഇന്ത്യ പുറകോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഇന്ന് 8 മണിക്ക് അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. പിയ സുനിലുണ്ട് വിവരങ്ങളുമായി. പിയ സുനിൽ, പ്രധാനമന്ത്രി പ്രതികരിക്കണം, പ്രധാനമന്ത്രി എന്താണ് രാജ്യത്തിനോട് പറയുക എന്ന് കാത്തിരിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി നൽകിയ ശേഷം പ്രധാനമന്ത്രി ഇതാദ്യമായി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായി പ്രതികരിക്കാൻ പോകുന്നു. അപ്പോൾ ഡിജിഎംഒ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മറുപടി കൂടി ഇന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന. ഒപ്പം തന്നെ രാജ്യത്തിന് വലിയ സന്ദേശം നൽകുന്നതും ഒപ്പം പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുന്നതും ഭീകരവാദത്തിനെതിരെ ശക്തമായ താക്കീത് നൽകുന്നതുമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അഭിസംബോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമായിരുന്നുവെന്നാണ് ഇപ്പോൾ സേനകൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകൾ ആദ്യം ഇന്ത്യ തകർത്തു. അതിന് പ്രകോപനം പാകിസ്ഥാൻ വലിയ തോതിൽ ഉയർത്തി, ഇന്ത്യക്ക് നേരെ വലിയ ആക്രമണം നടത്തി. അതിനെയെല്ലാം ഇന്ത്യൻ സേന പ്രതിരോധിച്ചു. അതിന് ഉള്ള പ്രത്യാക്രമണമായി പാകിസ്ഥാന്റെ ഒരുപാട് വ്യോമത്താവളങ്ങൾ തകർത്തു, പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു, പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകി. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സേനകളുടെ DG-മാരുടെ വാർത്താ സമ്മേളനം ഇന്നും ഇന്നലെയുമായി നടന്നു. എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത്, എങ്ങനെയൊക്കെയാണ് ആക്രമണം നടത്തിയത്, ഏത് രീതിയിലായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം, ഒപ്പം തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണ് എന്ന് വിശദമാക്കിയൊക്കെയായിരുന്നു വാർത്താ സമ്മേളനം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യൻ 3 സേനകളുടെയും വാർത്താ സമ്മേളനം നടന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ സന്ദേശം ഭീകരതയ്ക്കെതിരെ നൽകി എന്നായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്. ആ തരത്തിൽ പാകിസ്ഥാന് ഭീകരതയ്ക്ക് ഒക്കെ തന്നെ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അഭിസംബോധന.